നമുക്കിനി കോഴിക്കോട്ടേക്ക് പോകണം. അവിടെ ബീച്ചിൽ മിഥില കാത്തു നിൽക്കുന്നുണ്ട്. കുറച്ചേരായി. അപ്പൊ മറ്റേ വെയില് പോകുന്നതിന് മുമ്പ് തന്നെ മിഥില അവിടെ പോയി നിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് മിഥിലയുടെ അവിടെ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിട്ട് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാം. മിഥില നമ്മളെ ഡെസ്കിൽ വിളിക്കാം. ഞാൻ വിചാരിച്ചു നമ്മളെ വിളിക്കുന്നതിന് മുമ്പ് എപ്പോഴാണ് വിളിച്ചത്. ഹായ് മിഥില, ഹാപ്പി ന്യൂ ഇയർ. മിഥില കോഴിക്കോട് ബീച്ചിൽ നിന്നാണ് മിഥില ചേരുന്നത്. മിഥില, അവിടെ എങ്ങനെയുണ്ട്? കോഴിക്കോട് ബീച്ചിൽ എങ്ങനെയുണ്ട്? ആൾക്കാർ പൊളിക്കുവോ കോഴിക്കോട്ടുകാര്? എല്ലാരും അറ്റൻഷനായിട്ട് നിൽക്കുന്നുണ്ടല്ലോ. അതെ, വലിയ അനുസരണശീലമുള്ളവരല്ലേ? പൊളിച്ച് ആഘോഷിക്കുന്ന ആളുകളാണ്. വൈകുന്നേരം മുതൽ തന്നെ ആഘോഷം ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. എനിക്കിപ്പം കുറച്ച് പേരുണ്ട്. എങ്ങനെയാണ് ഇന്നത്തെ ഒരു ആഘോഷം? വളരെ ഉഷാറാണ് ആഘോഷം. അടിപൊളിയാണ്, അടിപൊളി ആഘോഷമാണ്. നല്ല വൈബാണ് ഇവിടെ. ആഘോഷിക്കാനായിട്ട് ഒന്നുമില്ല ഇവിടെ. ഒരു 4 ലൈറ്റ് എന്നല്ലാതെ വേറെ എന്താ ഇവിടെ ഉള്ളത്? കോഴിക്കോട് ബീച്ചിൽ വന്ന് ആഘോഷിക്കുന്നു. അത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ആഘോഷമായിരുന്നു. ഒരുപാട് ആളുകൾ വളരെ പ്രതീക്ഷയോടെ ഒത്തുകൂടി. പക്ഷേ എന്തെന്ന് പറഞ്ഞാൽ ഗാനമേള അങ്ങനത്തെ ഒരു പരിപാടിയും എന്റർടൈൻമെന്റ് ഇല്ല. അത് ഞങ്ങൾ വളരെ വിഷമത്തിലാണ് ആളുകൾ. എങ്ങനെയാണ് അടിച്ചു പൊളിക്കാനല്ലേ? അടിച്ചു പൊളിക്കാനുണ്ട്, പക്ഷെ ഗാനമേളയും കൂടി വന്നാൽ ഒന്നും കൂടി നന്നായിരുന്നു. അടിച്ചു പൊളിച്ച് വരവേൽക്കാണ് പുതിയ വർഷത്തെ. എന്തൊക്കെ ഇന്നത്തെ ഒരു പ്ലാൻ? എന്താ 12 മണി വരെ ഇവിടെ തന്നെ ബീച്ചിൽ തന്നെ ഉണ്ടാവും. അടിച്ചു പൊളിച്ച് ആഘോഷം വൈബാക്കുക. പക്ഷെ ഇവിടെ ആഘോഷിക്കാനായിട്ട് വേറെ ഒന്നും ഇല്ല. അതാണ് കാരണം ഇവിടെ കുറച്ച് ലേറ്റ് എന്നല്ലാതെ വേറൊരു ആഘോഷിക്കാൻ ആഘോഷം എന്താ സാധാ പോലെ ആഘോഷം ആസ്വദിക്കല്. ഒരു ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. നിയറസ്റ്റ് പ്ലേസിലാണ്. പേര് പറഞ്ഞു കൊടുക്കൂ. നിയറസ്റ്റ് പ്ലേസ് ആണ് കാലിക്കറ്റ്. ഇവിടെ വന്ന് അടിച്ചു പൊളിക്കാനാണ് തീരുമാനം. അടിപൊളി എന്ന് പറയും. ന്യൂ ഇയർ എന്ന് പറയും. ഹാപ്പി ന്യൂ ഇയർ പറയും. ന്യൂ ഇയർ. കോഴിക്കോട്ടിന്റെ ഒരു വൈബാണ് ഇതിപ്പോൾ കണ്ടത്. ഓക്കെ, താങ്ക് യു മിഥില ബാലൻ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വീണ്ടും വരും. സൂക്ഷിച്ചൊക്കെ നിൽക്കുക കോഴിക്കോട് ബീച്ചിൽ. ഓക്കെ, അപ്പോൾ ആഷ്മി, അതെ ഒരു കാര്യമുണ്ട് ആഷ്മി. ആ ജീൻസിലെ മുട്ടിന്റെ നടുക്ക് ഒരു കീറൽ കൂടി ആകാമായിരുന്നു പ്രേക്ഷകർ പറയുന്നുണ്ട്. അതായത് അവർ പറയുന്നത് ജോഷി, അനീഷ, അഞ്ജോഷ് അവരാ പറയുന്നത്. പക്ഷെ ഞങ്ങളുടെ 3 പേര് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളൊരു കീറലുമായിട്ട് അല്ലേ? നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. നമുക്ക് നഷ്ടപ്പെടാൻ എന്താ ഉള്ളത് അല്ലേ വിജയകുമാർ? ഈ ജീൻസ് തന്നെ കഴുകാതായിട്ട് എത്ര കൊല്ലമായത് അറിയാമോ അല്ലേ വിജയകുമാർ? ഇപ്പൊ എത്ര വർഷമായി ഇത്? 3 വർഷം. ഓക്കെ, ശംഖുമുഖം തിരുവനന്തപുരത്ത് ശംഖുമുഖം പ്രേക്ഷകർക്ക് അറിയാമല്ലോ. ഈ ശംഖുമുഖം എന്ന് പറഞ്ഞാൽ അതുവഴിയാണ് എയർപോർട്ടിലേക്കൊക്കെ ആൾക്കാർ പോകുന്നത്. അവിടെ യഥാർത്ഥത്തിൽ തീരമൊക്കെ കവർന്നുകൊണ്ടിരിക്കുകയാണ് കടല് അല്ലേ? അപ്പൊ പക്ഷേ നമ്മുടെ പ്രതിനിധി കടലൊന്നും എടുക്കാതെ അവിടെ സ്വസ്ഥമായിട്ട് സുരക്ഷിതമായി നിൽക്കുന്നുണ്ട്. ഗിരീഷ്, ഹാപ്പി ന്യൂ ഇയർ. വൈകിട്ട് എന്താ പരിപാടി ഗിരീഷ്? അല്ലാത്ത ചോദ്യം. കള്ളച്ചിരി നോക്കുന്നു. പരിപാടിയൊന്നുമില്ല. ഓർക്കുന്നോറും ചിരി വരുന്നു ഗിരീഷിന് കേട്ടോ. എല്ലാം കളഞ്ഞു. എന്തോ ഒരു കള്ളത്തരം ഉള്ളിലുണ്ട്. അതാണ് ഇങ്ങനെ ചിരി പിന്നെയും വരുന്നത്. അപ്പൊ ഇങ്ങനെ ഗിരീഷ് ഒരിക്കലും ഒരു പക്ഷേ 24ന്റെ ചരിത്രത്തിൽ ആദ്യം ഗിരീഷ് ഇത്ര ചിരിക്കുന്നു അല്ലേ? കാരണം എല്ലാം വളരെ ഗൗരവത്തോടെ കാണുന്ന ഒരു മനുഷ്യനാണ്. ചോദ്യത്തിൽ വിടുവാൻ. ഓക്കെ, ശംഖുമുഖത്തെ വിശേഷങ്ങൾ പറയൂ ഗിരീഷ്. SKN ശംഖുമുഖത്ത് പുതുവത്സരത്തെ വരവേൽക്കാനുള്ള ആഘോഷങ്ങൾ എന്ന് പറയാൻ പറ്റില്ല. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ തുടങ്ങിക്കഴിഞ്ഞു. കാരണം നമുക്കറിയാം ശംഖുമുഖം തീരം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്, കഴിഞ്ഞ വർഷവും അതിന് മുമ്പത്തെ വർഷവുമൊക്കെ ഇവിടെ പ്രത്യേകിച്ച് ആഘോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം തീരം കടലെടുത്ത് പോവുക, അതോടൊപ്പം ബീച്ച് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് ആരെങ്കിലുമൊക്കെ വന്ന് കുറച്ച് നേരം ഇരുന്ന് തിരിച്ചു പോവുക എന്നുള്ളത് മാത്രമായിരുന്നു ശംഖുമുഖം മുൻ വർഷങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ ബീച്ച്, അതിൻ്റെ തീരം തിരികെ കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാർ ഇവിടേക്ക് ഈ പുതുവത്സരം ആഘോഷിക്കുന്നതിന് വേണ്ടി എത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. വൈകുന്നേരത്തോടു കൂടി തന്നെ 6 മണി കഴിഞ്ഞപ്പോൾ തന്നെ നിരവധി ആൾക്കാർ കുടുംബസമേതം ശംഖുമുഖം തീരത്തേക്ക് എത്തുന്നു. ശംഖുമുഖത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മറ്റ് ആഘോഷങ്ങളൊന്നും ശംഖുമുഖത്ത് ഇത്തവണ സർക്കാരോ കോർപ്പറേഷനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനകളുടെയോ ഭാഗത്തു നിന്ന് നൽകിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ
ആൾക്കാർ അവരുടെ തിരുവനന്തപുരത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ആൾക്കാർ കുടുംബസമേതം ശംഖുമുഖത്തേക്ക് എത്തുന്നു. ഇവിടെ വൈകുന്നേരങ്ങൾ ചെലവഴിക്കുന്നു, അല്ലെങ്കിൽ വൈകുന്നേരം ചെലവഴിക്കുന്നു. ഈ പുതുവത്സരത്തെ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു. ഇത്തരത്തിലൊരു സംവിധാനമാണ് ശംഖുമുഖത്തുള്ളത്. നമുക്കിപ്പോൾ കാണാം, കാരണം സാധാരണ ഒഴിവ് ദിവസങ്ങളിൽ ശംഖുമുഖത്ത് തിരക്ക് അനുഭവപ്പെടാറുണ്ട്. ഇപ്പോൾ തീരമൊക്കെ തിരിച്ചു കിട്ടിയതിന് ശേഷം ശംഖുമുഖത്ത് തിരക്കുണ്ട്. പക്ഷേ ഇന്ന് ഞായറാഴ്ചയാണ്, അവധി ദിവസമാണ്. പക്ഷേ അതിനേക്കാളൊക്കെ തിരക്ക് ഈ പുതുവത്സരവുമായി ബന്ധപ്പെട്ട് ശംഖുമുഖത്ത് അനുഭവപ്പെടുന്നുണ്ട്. കാരണം നമുക്ക് നേരത്തെ തന്നെ SKN ഉൾപ്പെടെ ഇവിടെ കണ്ടിട്ടുള്ളതാണ്. കാരണം ഈ തീരങ്ങൾ അല്ലെങ്കിൽ ഈ ബെഞ്ചുകളും ഒക്കെ നിറഞ്ഞ ആൾക്കാർ മുമ്പ് ഇരിക്കുക വളരെ അപൂർവമായിരുന്നു. പക്ഷേ ഇപ്പോൾ ബെഞ്ചുകളിലും റോഡുകളിലും അതോടൊപ്പം തന്നെ ബീച്ചുകളിലുമൊക്കെ ആൾക്കാർ കുടുംബസമേതം എത്തുന്നു. അവർ കാര്യം പറഞ്ഞിരിക്കുന്നു, കുട്ടികളുമായി അവർ കാര്യം പറയുന്നു. ഇങ്ങനെ ഒരു പുതുവത്സരത്തെ വരവേൽക്കുന്നതിന് ഒരു കുടുംബം അല്ലെങ്കിൽ കുടുംബങ്ങൾ സമാധാനപരമായി സന്തോഷകരമായി ഇവിടെ ഒത്തുകൂടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആഘോഷങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും അവർ കുടുംബസമേതം പുറത്തിറങ്ങുന്നു, അവരുടേതായ സന്തോഷങ്ങളിൽ പങ്കെടുക്കുന്നു. ഇതുമായിട്ട് ഈ പുതുവത്സരവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ സുരക്ഷാ ക്രമീകരണങ്ങൾ വളരെ വലുതായി തന്നെ സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനം പോലീസിൻ്റെയും അതോടൊപ്പം തന്നെ ബീച്ചിലേക്ക് ഇറങ്ങുമ്പോൾ ഉള്ള ലൈഫ് ഗാർഡുകളുടെയും ഒക്കെ ഒരു സംവിധാനമാണ്. അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിൻ്റെയും സിവിൽ ഡിഫൻസിൻ്റെയും ഒക്കെ ഒരു സംവിധാനങ്ങളുമൊക്കെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ തന്നെയും ഈ ആൾക്കാർ ഇവിടെയുള്ള ആൾക്കാർ എത്ര നേരം പക്ഷേ നിൽക്കും എന്നറിയില്ല. 12 മണി വരെ നമ്മൾ പലരിടത്തും സംസാരിച്ചപ്പോൾ കുറച്ച് നേരം കൂടെ നിന്നതിന് ശേഷം അവർ തിരികെ പോകും എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ എങ്കിൽ പോലും ശംഖുമുഖവും പുതുവത്സരത്തെ വരവേൽക്കുന്നതിനുള്ള ആഘോഷങ്ങളിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. SKN 24 5-ന്റെ വജ്രത്തിളക്കം.